മോർണിംഗ്. ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് സസ്റ്റൈനബിലിറ്റിയുടെ ഒരു വർക്കിംഗ് മോഡലാണ്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് അറിയാം. ആദ്യം തന്നെ കിണറിൽ നിന്നുള്ള വെള്ളം വീട്ടിൻ്റെ മുകളിൽ സ്ഥാപിച്ചുള്ള ടാങ്കിലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് ജലം കിച്ചണിൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. കിച്ചണിൽ നിന്നും ബാക്കി വരുന്ന മലിനജലം ഈ കാണുന്ന പ്യൂരിഫയറിലേക്ക് കടന്ന് പ്യൂരിഫൈ ചെയ്ത് കൃഷിയിടത്തിൽ സ്ഥാപിച്ചുള്ള ടാങ്കിലേക്ക് എത്തുന്നു. ഈ ടാങ്കിൽ നിന്നുമാണ് കൃഷിയിടത്തിന് ആവശ്യമായ ജലം എടുക്കുന്നത്. സാധാരണ കൃഷിയിടങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഇവിടെ ജലം പാഴാകുന്നില്ല. അതിനൊരു പ്രതിവിധിയെ ഞങ്ങളിവിടെ സ്വീകരിച്ചിരിക്കുന്നത് മോയ്സ്ചർ സെൻസറാണ്. എങ്ങനെയെന്നാൽ കൃഷിയിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മോയ്സ്ചർ സെൻസർ വെള്ളത്തിൻ്റെ അളവ് ഡിറ്റക്ട് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി മോട്ടോർ ഓണാക്കുകയും ചെയ്യുന്നു. ആവശ്യാനുസരണം വെള്ളം കൃഷിയിടത്തിലെത്തിയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി മോട്ടോർ ഓഫാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ജലം പാഴാകുന്നത് ഒരു പരിധി കൂടുതൽ കുറയ്ക്കുവാൻ സാധിക്കും. ഇപ്പോഴുള്ള കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം. ഇതിനൊരു പ്രതിവിധിയായി കർഷകർ ചെയ്യുന്നത് ഇലക്ട്രിക് ഷോക്കുള്ള കമ്പി വേലിയാണ്. ഇതിലൂടെ മൃഗങ്ങൾക്ക് ഷോക്കടിക്കുകയും അവരുടെ ജീവനിന് ആപത്തായി മാറുന്നു. ഇതിനൊരു പ്രതിവിധിയായി ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് അലാം സിസ്റ്റമാണ്. ഇതിലൂടെ ഏത് വന്യമൃഗങ്ങളും കമ്പിവേലിയിലും തട്ടിയാൽ അത് ഡിറ്റക്റ്റ് ചെയ്യുകയും അലാറം അടിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ വന്യമൃഗങ്ങളുടെയും മനുഷ്യരുടെയും ജീവനെ സംരക്ഷണം നമുക്ക് ഒരുക്കാൻ സാധിക്കുന്നു. ഇതിലൂടെ കർഷകർക്കൊരു വലിയ ആശ്വാസം തന്നെ ഇതായി മാറുന്നു. കിണറിൽ നിന്നുള്ള വെള്ളം മോട്ടോർ വഴി വീട്ടിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കിച്ചണിലേക്ക് ആവശ്യങ്ങൾക്കായി എത്തുന്നു. കിച്ചണിൽ നിന്നും ഉപയോഗിച്ചതിന് ശേഷം വരുന്ന വെള്ളം സോപ്പ് വാട്ടർ പ്യൂരിഫൈ വഴി കടന്ന് പോകുന്നു. അതിൽ നിന്നും ലഭിക്കുന്ന പ്യൂരിഫൈ ചെയ്ത വെള്ളം കൃഷിയിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിലേക്ക് എത്തുന്നു. കൃഷിയിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മോയ്സ്ചർ സെൻസർ കൃഷിയിടത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഡിറ്റക്ട് ചെയ്യുകയും മോട്ടോർ ഓണാവുകയും ചെയ്യുന്നു. മോയ്സ്ചർ ഡിറ്റക്ട് ചെയ്യാത്തത് കൊണ്ടാണ് പമ്പ് ഓണായത്. ഡിറ്റക്ട് ചെയ്തപ്പോൾ മോട്ടോർ ഓഫ് ആവുകയും ചെയ്തു. ഡിറ്റക്ട് ചെയ്യാത്തപ്പോൾ മോട്ടോർ ഓണാവുകയും ആയപ്പോൾ ഓഫ് ആവുകയും ചെയ്തു. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഓട്ടോമാറ്റിക് അലാറം സിസ്റ്റമാണ്. നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയാം. വന്യമൃഗങ്ങൾ വന്ന് കമ്പിയിൽ തട്ടുമ്പോൾ സെൻസർ അത് ഡിറ്റക്ട് ചെയ്ത് ശബ്ദമുണ്ടാക്കുന്നു. താങ്ക് യു.